ശ്രുതിസീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക എന്നുള്ള നാമത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ അടുത്ത മന്ത്രം സകല ആഗമസന്തോഹ ശുക്തിസമ്പുട മൗക്തിക എന്നുള്ളതാണ്. ഒരു മനോഹരമായ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം വേദങ്ങളും കൂടി അറിയാൻ ബുദ്ധിമുട്ടായവൾ, അതുകൊണ്ട് ശ്രുതിമാതാക്കളൊക്കെ കുറച്ച് ദൂരത്താണ് ദേവിയുടെ മുമ്പിൽ കൈതൊഴുത് പിടിച്ച് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ മന്ത്രത്തിൽ കണ്ടത്. ഇതിൽ വേദങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആഗമങ്ങളെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആഗമങ്ങൾ എന്ന് വെച്ചാൽ തന്ത്രങ്ങൾ, ക്രിയകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ ഉപദേശിക്കുന്നവ എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ശിവൻ സാക്ഷാത് പരമേശ്വരൻ ഉപദേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ മഹത്വവും നമ്മൾ കണ്ടു. അതേസമയം വെറും ആഗമാഭ്യാസം കൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. സ്വതന്ത്രേണ അവയ്ക്കും കൂടി മുക്തി നൽകുവാൻ സാധിക്കില്ല എന്ന് നമ്മൾ കണ്ടു. ഈ മന്ത്രം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സകല ആഗമങ്ങളും മുത്തുച്ചിപ്പിയാണ്. അതിലെ സകല ആഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക, അതിൻ്റെ മുത്തുച്ചിപ്പികളാൽ പൊതിഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള അമൂല്യമായ രത്നമാണ്, അമൂല്യമായ മുത്താണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. കടലിൽ മുത്തുച്ചിപ്പി ഉണ്ടാകുന്നു. അത് തുറന്നിരിക്കുമ്പോൾ സ്വാതി നക്ഷത്രത്തിൽ മഴ പെയ്താൽ ആ മഴത്തുള്ളി അതിൽ കൃത്യമായ സമയത്ത് വീഴണം. എന്നിട്ട് ഈ ചിപ്പിയുടെ കുറച്ചു കാലത്തെ പ്രയത്നം കൊണ്ട് അത് മുത്തായി മാറുന്നു. അങ്ങനത്തെ ഒരു നല്ല മുത്താണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. നേരത്തെ വേദങ്ങളുടെ പരിമിതി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആഗമങ്ങളുടെയും പരിമിതി പറയുകയാണ് ഈ ഉദാഹരണത്തിലൂടെ. വേദങ്ങളെ കൊണ്ട്, വേദങ്ങളും ആഗമങ്ങളും തന്ത്രങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും ശാസ്ത്രാഭ്യാസവും ഒക്കെ ഒരു ചൂണ്ടുപലക പോലെയാണ്. ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ ദേഹമല്ല, ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ഞാൻ പ്രാണനല്ല, ഞാൻ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാകുന്ന അന്ധക്കരണങ്ങളല്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ബ്രഹ്മതത്വം സ്ഫുടമാകുന്നില്ല. അത് തീവ്രമായ സാധന കൊണ്ടേ സാധിക്കുള്ളൂ. അതിന് എങ്ങനെയാണോ ഒരു മഴത്തുള്ളി മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ വീണ് കുറച്ച് കാലക്രമേണ മുത്തായിട്ട് പരിണമിക്കുന്നത്, അതുപോലെ സാധകന്മാർക്ക് ലക്ഷ്യബോധവും ജ്ഞാനവും ഉണ്ടായാൽ മാത്രം പോരാ, പലർക്കും കാലം കൂടി വേണ്ടിവരും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, തീവ്രമായ സാധന കൊണ്ട് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതിനെ സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക എന്നുള്ള മന്ത്രം കഴിഞ്ഞ അടുത്ത മന്ത്രം പുരുഷാർത്ഥപദയാണ്. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4 അതിൽ ഏറ്റവും പരമപ്രധാനം മോക്ഷമായതുകൊണ്ട് അതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പുരുഷാർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ സാന്ദ്ര രൂപമായിട്ട് ദേവി വിളങ്ങുകയാണ്. ബ്രഹ്മതത്വം സാധാരണ ജനങ്ങളുടെ ബുദ്ധിക്ക് അവ്യക്തമാണ്. അതേസമയം ഭക്തിയുള്ളവർക്ക് അത് വ്യക്തമാണ്. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതല്ല, ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരു ജ്ഞാനമാണ്. ആ ബ്രഹ്മതത്വം തന്നെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഒരു രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം എന്ന് നാരായണീയത്തിൽ ബ്രഹ്മതത്വത്തെ സ്തുതിക്കുന്നു. ഈ ബ്രഹ്മതത്വം സാന്ദ്രീഭവിച്ച് കരുണയുടെ ഒരു രൂപമായിട്ട്, ഒരു മൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പോലും പ്രത്യക്ഷമാവുന്ന, സാധാരണ അവ്യക്തമാണ്, ഇന്ദ്രിയ അതീതമാണ്, പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമാവുന്ന ഒരു രൂപമായിട്ട് ബ്രഹ്മതത്വം നമ്മുടെ മുമ്പിൽ ദേവിയുടെ രൂപത്തിൽ പ്രകാശിക്കുന്നു. ഇത് മറ്റുള്ള തന്ത്രങ്ങളെ അഭ്യസിക്കുന്നത് കൊണ്ട് സാധിക്കില്ല എന്ന് സൗന്ദര്യലഹരി സൂചിപ്പിക്കുന്നു. പുരാരാതേഹേ അന്തഃപുരമസി തതസ്ത്വച്ചരണയോഹോ സപര്യാ മര്യാദ കരളതരളാനാം അസുലഭ എന്ന് വെച്ചാൽ
സാക്ഷാത് പരമേശ്വരൻ്റെ അന്തഃപുരത്തിലാണ് ദേവിയുടെ വാസം. അതുകൊണ്ട് ദേവിയുടെ ചരണകമലങ്ങളിൽ ഭക്തി വയ്ക്കുക എന്നുള്ളത് തരളകരണന്മാർക്ക് അസുലഭമാണ്. എന്നുവെച്ചാൽ ലോലഹൃദയന്മാർക്ക്, എന്നുവെച്ചാൽ ചലചിത്തമുള്ളവർക്ക്, ഹൃദയശുദ്ധിയില്ലാത്തവർക്ക് അവർക്ക് അസുലഭമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രാദി ദേവന്മാരൊക്കെ ദേവിയുടെ ദ്വാരത്തിങ്കൽ വന്ന് നിന്നുകൊണ്ട് അവർക്ക് സിദ്ധികളൊക്കെ കിട്ടി, അവർ ദേവേന്ദ്ര പദവിയൊക്കെ കിട്ടി, അവർക്ക് ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശക്തികളൊക്കെ കിട്ടി. പക്ഷേ അവർക്ക് കൈവല്യ മോക്ഷം അതുണ്ടായിട്ടില്ല. അതിനുവേണ്ടി ദേവിയുടെ ചരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അമ്മേ ഞങ്ങൾക്ക് മുക്തി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ദേവിയുടെ ദ്വാരത്തിങ്കൽ ഏറ്റവും ദൂരെയുള്ള സ്ഥലത്താണ് അവരൊക്കെ താമസിക്കുന്നതും നിൽക്കുന്നതും. അവർ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സകലാഗമ സന്തോഷ ശക്തി സമ്പട മുക്തിക എന്ന് വെച്ചാൽ ആഗമങ്ങളൊക്കെ ഒരു മുത്തുച്ചിപ്പിയാണെങ്കിൽ അതിൻ്റെ ഫലം, അതിൻ്റെ പൂർണ്ണത്വം ആ മുത്തിലാണ്. അത് ദേവിയാണ്. ആ നല്ല മുത്ത് വെറുതെ ഇരുന്നാൽ കിട്ടില്ല, സിദ്ധിവിശേഷങ്ങളുടെ പുറകെ പോയാൽ കിട്ടില്ല. ഉത്തമരായ ചില സാധകർക്ക് മാത്രം കിട്ടുന്നു. അഭ്യാസ അതിശയം, നല്ല സാധനാബലം കൊണ്ടേ കിട്ടുള്ളൂ. ദേവിയെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഭാവനാദാർഢ്യം നേടിയവർക്ക് മാത്രമേ കിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ അനന്യമായിട്ടുള്ള ഏകാന്ത ഭക്തി കൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അമ്മ മാത്രം മതി എന്നുള്ള ചിന്തയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള അഭ്യാസ അതിശയം കൊണ്ട് അറിയപ്പെടുന്നവൾ ദേവി പുരുഷാർത്ഥപദയാണ്. പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പരമപുരുഷാർത്ഥമായ മോക്ഷദായിനിയാണ് ദേവി എന്നൊക്കെ ഈ മന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു സാധാരണ പാമരയായ ഒരു സ്ത്രീക്കൊരു രത്നം കിട്ടി. അത് മണ്ണുകൊണ്ട് പൊതിഞ്ഞിരുന്നതുകൊണ്ട് അവർക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിലും അവർക്ക് ആ രത്നത്തിൻ്റെ വില അറിയില്ല. അതിനെ അവരൊരു ഇരുമ്പ് കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഈ കല്ലിന് പകരം എനിക്ക് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഇരുമ്പ് വ്യാപാരി പറഞ്ഞു 10 കിലോ ഇരുമ്പ് തരാം, അതിന് കൂടുതൽ ഒരു കഷ്ണം പോലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വഴുതനങ്ങ കച്ചവടക്കാരൻ വന്നു. അയാളുടെ അടുത്ത് ഇവർ അതിനെ കാണിച്ചു. അയാൾക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അയാൾ എന്തെങ്കിലും ഒരു അമൂല്യ വസ്തുവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് 1.5 കിലോ വഴുതനങ്ങ ഞാൻ തരും, അതിന് കൂടുതൽ ഒരു ഒറ്റ വഴുതനങ്ങ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതൊരു രത്നവ്യാപാരി എടുത്തു പോയി. അയാൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായി. അയാൾ പറഞ്ഞു എൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി തരാം, ഇത് കല്ല് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ സകല ആഗമ സന്തോഷ ശുക്തി സമ്പുട മൗക്തിക എന്ന് എല്ലാ ആഗമങ്ങളുടെയും സാരം, ആഗമാന്തം, ആഗമാന്തപ്പൊരുൾ ദേവിയാണ്. ആഗമങ്ങളിലൂടെയും നിഗമങ്ങളിലൂടെയും ധർമ്മശാസ്ത്രങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ട വസ്തു ദേവിയാണ് എന്നുള്ളത് അറിയുന്നവർ, ആഗമസാരമാണ് ദേവി എന്ന് അറിയുന്നവർ മോക്ഷ ഇച്ഛുക്കളായിട്ട് അതിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് സാധന ചെയ്യുന്നു, മോക്ഷപ്രാപ്തി നേടുന്നു, പുരുഷാർത്ഥം നേടുന്നു, പരമപുരുഷാർത്ഥമായ മോക്ഷം നേടുന്നു. മോക്ഷദായിനിയാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ചുരുക്കത്തിലുള്ള പൊരുൾ.